പറമ്പി വാഴ്ത്തെത്തിയാണ് ദജ്ജാലിനെ കൊല്ലൻ. അത് മുഹമ്മദിയ സമുദായത്തെ നശിപ്പിക്കാൻ പറ്റുന്നില്ല. അത് ദജ്ജാൽ അവിടെ ഇറങ്ങി ഇതിന്റെ ആളാണ്. കാരണം ഇത് മുഹമ്മദിയത്തിന് കുടിച്ച പെണ്ണിന്റെ മകനാ. കാണുമ്പോൾ എങ്ങനെയോ അള്ള മുന്തിച്ച പെണ്ണിന്റെ മകനാ. ഈ കുട്ടിനെ കാണുമ്പോഴത്തിന് ദജ്ജാൽ ഒരുക്കും. എന്തുകൊണ്ട് ഒരുക്കും? ഇത് മുഹമ്മദിയത്തിന് കുടിച്ച പെണ്ണിന്റെ മകനാ. ആ മകന് മാത്രമേ ദജ്ജാലിനെ കൊല്ലാൻ കഴിയുള്ളൂ. നിങ്ങൾ വിചാരിച്ച വാളും കുന്തൊന്നും ആവശ്യമല്ല. ആ മുഹമ്മദിയ തന്നെ വാള. ഒപ്പം പോണ വേറൊരു മുഹമ്മദിയ. ആരാ? മഹ്ദി. ഈ മുഹമ്മദ് എന്നാണ് പേരക്കുട്ടിയ. മുഹമ്മദിയത്തെ കൊണ്ട് മാത്രമേ വിദ്യാർത്ഥിനോട്ടം ഒരു വാളുണ്ടായിട്ട് കാര്യമല്ല. അത് ഇല്ലാതെയാക്കി വഹാബികൾ അടിമപ്പണിയെടുക്കുക. അമേരിക്ക ദജ്ജാലിന്റെ സൂക്ഷിപ്പുകാരൻ. ഇബ്ലീസ് ആകാശ ലോകം സുജൂദ് കൊണ്ട് നിറച്ചു. അപ്പോൾ ഇബ്ലീസ് അള്ളാനക്ക ചെയ്തത്. പക്ഷെ ഞാൻ എന്ന ഭാവത്തിലൂടെയാണ് ഇബ്ലീസ് കണ്ടത്. അതുകൊണ്ട് ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം ഇബ്ലീസ് അള്ളാനല്ല കാണുന്നത്. പിന്നെ ആരെയാണ്? ഇബ്ലീസിനെ തന്നെയാണ്. ചെയ്തത് സുജൂദുമാണ്. സുജൂദ് കൊണ്ട് രക്ഷപ്പെടൂല. നെറ്റി അവസാനിക്കുന്ന മണ്ണിൽ നിന്നാണ് സുജൂദ് തുടങ്ങുക. നെറ്റിയിലാണ് നെറ്റി വരെ നമ്മൾ പോവുള്ളൂ. അതുകൊണ്ട് നമുക്ക് സുജൂദിലെത്താൻ കഴിയില്ല. തിരിഞ്ഞു സുജൂദിന്റെ രണ്ടവസ്ഥ ഉണ്ട്. ഒന്ന് നെറ്റിയിൽ തീരും, ഒന്ന് മണ്ണിൽ തുടങ്ങും. മണ്ണിലെത്താതെ സുജൂദ് ഉണ്ടാവില്ല. നമ്മൾ മണ്ണിലെത്തൂല്ല. നമ്മൾ നെറ്റിന്ന് തിരിച്ചു വരും. തിരിഞ്ഞിട്ടില്ല. നെറ്റിന്ന് തിരിച്ചു വരുമ്പോൾ നമുക്ക് സുജൂദിലെത്തൂല. അപ്പോൾ സെൽഫിഷാവും. അവനെ തന്നെ കാണും. അവന് പുറത്തേക്ക് ചാടാനുള്ള അവസാനത്തെ ഒരു അവിടുത്തെ ലെയർ മാത്രമാണ് നെറ്റി. നെറ്റി കഴിഞ്ഞാലേ സുജൂദ് തുടങ്ങൂ. നെറ്റി നമുക്ക് കഴിയില്ല. എല്ലാവർക്കും നെറ്റിയിൽ അടയാളം ഉണ്ടാവും. നെറ്റിന്ന് അവസാനിക്കും. അപ്പൊ സുജൂദ് ആരംഭിക്കൂല. സുജൂദ് എവിടെ തുടങ്ങുള്ളൂ? നെറ്റില്ലാതെയാകണം. എന്നാലേ സുജൂദ് തുടങ്ങുള്ളൂ. നെറ്റുള്ളവർക്ക് സുജൂദ് ഉണ്ടാവില്ല. സുജൂദുള്ളവർക്ക് നെറ്റി ഉണ്ടാവില്ല. നിങ്ങൾ എൻ്റെ കൂടെ അല്ല പറഞ്ഞ മനസ്സിലായി? നെറ്റുള്ള കാലത്തോളം സുജൂദ് ഉണ്ടാവില്ല. സുജൂദുള്ള കാലത്തോളം നെറ്റി ഉണ്ടാവില്ല. നമുക്കിപ്പോഴുള്ളത് നെറ്റിയാണ്. അതുകൊണ്ട് എന്തില്ല? സുജൂദില്ല. നമ്മളാരും സുജൂദില്ല. നെറ്റില്ലാതായാലും സുജൂദ് തുടങ്ങും. നെറ്റി നമുക്ക് ഇല്ലാതായിട്ടില്ല. ഇബ്ലീസിന് നെറ്റുണ്ടായി. അതുകൊണ്ട് റജീമായി. അവൻ ആട്ടപ്പെട്ടു. അവന്റെ നെറ്റിയിലാണ് കണ്ടത്. അവനെ തന്നെ കാണുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്തിച്ചതിനെ കാണുന്ന വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്തിച്ചതിനെ കാണണം. അത് അപാരമായി തൗഫീഖാണ്. അപ്പോൾ അവിടുന്ന് നീ തുടങ്ങണം. ഇവിടെ അല്ലാഹു മുന്തിച്ചു. ഖുർആനിൽ മുന്തിച്ചത് മുഹമ്മദ് എന്ന ആളെ. പിന്നെയും മുഹമ്മദിനെ മുന്തിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിഹ മുഴുവനും അതാണ്. ഫാത്തിഹയിൽ എന്തിന് ഒരു അക്ഷരം ഖുർആനിൽ മുഹമ്മദിയത്തിന്റെ ഒരു ട്രേഡ് മാർക്ക് ഇല്ലാത്തൊരു അക്ഷരം ഖുർആനിലില്ല. ഞാൻ പണ്ട് കുറച്ചു മുമ്പ് ഒരു പ്രഭാഷണം നടത്തിയിരുന്നു. ഫാത്തിഹയിലെ മുഹമ്മദിയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ ആയത്തെ വിശദീകരിച്ചുള്ളൂ. അതിനപ്പുറത്തേക്ക് പോകാൻ തന്നെ കഴിഞ്ഞിട്ടില്ല. അത് അള്ളാഹിന്റെ തൗഫീഖോടുകൂടെ സൂറത്തുൻ നാസിൽ വരെ ഞാൻ കാണിച്ചു തരാം. സൂറത്തുൻ നാസിൽ ഞാൻ മുഹമ്മദിയത്ത് കാണിച്ചു തരാം. മുഹമ്മദിയത്തിലല്ലാത്തൊരു സാധനം ഖുർആനില്ല. അതാണ് സുന്നിയ ഖുർആൻ. സുന്നി ഖുർആനുണ്ട്, വഹാബി ഖുർആനുണ്ട്. മനസ്സിലായില്ല? രണ്ട് സൈസ് ഖുർആനുണ്ട്. സുന്നി ഖുർആനുണ്ട്, വഹാബി ഖുർആനുണ്ട്. പദങ്ങളൊക്കെ ഒന്നാ. മനസ്സിലാണ്ട് പറഞ്ഞത്? പക്ഷെ രണ്ടാണ്.
ഇത് രണ്ട് യോജിക്കണം. ശ്രുതിയും താളവും ഒത്തേ ഗാനം സ്രോതസുഖം നൽകൂ എന്നൊരു വാക്കുണ്ട് ഉള്ളൂരിന്. ശ്രുതിയും താളവും ഒത്തേ ഗാനം സ്രോതസുഖം നൽകൂ. ശ്രുതിയും താളവും ഒക്കണം. ശ്രുതിയും താളം ഒത്ത പിന്നെ താളത്തിന് അറിയില്ല, ശ്രുതി മാത്രമേ അറിയുള്ളൂ. ശ്രുതിയും താളം ഒക്കണം. മുഹമ്മദിയത്തും ഖുർആനും ഒത്താൽ അതാണ് അള്ളാഹു ഇറക്കിയ ഖുർആൻ. അതേ ഫലം ചെയ്യും. മറ്റൊരു ശ്രുതിയും താളം ഒക്കൂല. മുഹമ്മദിയത്തും പദങ്ങളും രണ്ടു വയ്ക്കൂ, അത് അപകടം ചെയ്യും. പത്യം തെറ്റിച്ചു മരുന്ന് കുടിച്ചാൽ അപകടം ചെയ്യാം. മരുന്ന് കുടിക്കാതിരിക്കലായിരുന്നു നന്നായിരുന്നത്. ഇപ്പൊ കിഡ്നിയും പോയി. മനസ്സിലായില്ല? ഈ മരുന്ന് കുടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരു 5 കൊല്ലം കൂടി എൻ്റെ കിഡ്നി കിട്ടിയിരുന്നു. മരുന്ന് കുടിച്ചപ്പോൾ കിഡ്നി പോയി. എന്തുകൊണ്ട്? പത്യം തെറ്റിച്ചു. മുസ്ലിമീങ്ങൾ പത്യം തെറ്റിച്ചു. പത്യം തെറ്റിക്കാത്തൊരു കൂട്ടുണ്ടായിരുന്നു സുന്നികൾ. ഓലിപ്പം അടുത്ത കാലത്ത് ഒരു പത്യം തെറ്റിച്ചു. സുന്നികൾ കിഡ്നിയൊക്കെ പോയി. സുന്നി നേതാക്കന്മാർക്ക് ഇപ്പൊ കിഡ്നിയൊന്നുമില്ല. ഒരു ഡയാലിസിസ് സെന്ററില്ല. കാരണം ഒരു വാബികളുമായി വലിയ ചങ്ങായിത്തത്തില്ല. നല്ലോണം ചിന്തിക്കും. ശ്രുതിയും താളവും ഒത്തേ ഗാനം സ്രോതസുഖം നൽകൂ. ഉള്ളൂരിൻ്റെ ഒരു വാക്ക, വളരെ വലിയ വാക്ക. ശ്രുതിയും താളവും ഒത്തു കഴിഞ്ഞാൽ ശ്രുതിയെ അറിയൂ, താളം അറിയൂല. നല്ലോണം ചിന്തിക്കണം. പിന്നെ അവിടെ താളം നമ്മൾ അറിയൂല. പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ സംഗീതം അറിയൂല. അതാണ് പാട്ട്. അവിടെ സംഗീതം ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. സംഗീതം ഹറാമാണെന്ന് ഏതോ ഒരു അന്ത്യംഗമ്മയായ മൗലിയർ പറയുമ്പോഴാണ് നമ്മൾ പരം വിധിച്ചും ആ വിട്ടു ചൊങ്കിൽ നടക്കുന്ന എന്ന് പാട്ട്, എ വി മുഹമ്മദ് സാഹിബ് പാടിയ പാട്ട്, അതിൽ ഹാർമോണിയം ഇല്ലേ എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഹാർമോണിയം ഉണ്ടോ എന്ന് ആലോചിക്കുന്നത്. മനസ്സിലായില്ല? അവിടെ ശ്രുതിയും താളം ഒത്തതാ. നമ്മൾ പരം വിധിച്ചുമ്മ വിട്ടു ചൊങ്കിൽ നടക്കുന്ന ശുചാറ്റ് നമുക്കുണ്ടേ നാട്ടിലെ. കഥ എന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ. ഇത് എ വി മുഹമ്മദ് സാഹിബിന്റെ പാട്ടാണ്. അതിൽ ഹാർമോണിയുണ്ട്, തബലയുണ്ട്, ഗിത്താറുണ്ട്, എല്ലാം മനസ്സിലായിട്ടുണ്ട്. പക്ഷെ നമ്മളത് അറിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ശ്രദ്ധയും താളം ഒത്തുപോയതാണ്. ബഹളാത്മകതല്ല. അതോട് പറ്റൂല എന്ന് മൂല്യരുട്ടി പറഞ്ഞപ്പോഴാണ് ആലോചിക്കുന്നു. അതുവരെ നമ്മളത് കണ്ടതേയില്ല, കേട്ടതുമില്ല. നമ്മൾ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. താളത്തിന് നമുക്ക് മനസ്സിലായില്ല, നമ്മൾ ശ്രുതിയില്ലേ ചോയി. മുഹമ്മദിയത്താണ് സത്യത്തിൽ ഖുർആൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വായിച്ചെടുക്കാൻ നിനക്ക് കഴിഞ്ഞാൽ ഒരിക്കലും ദജ്ജാൽ നിന്നെ തൊടൂല. നീ ദജ്ജാലി പാർട്ടിയാവും. നിലവിൽ നീ ദജ്ജാലി പാർട്ടി ആയിക്കൊണ്ടിരിക്കുകയാണ്. ദജ്ജാലി പാർട്ടി എന്ന് പറഞ്ഞാൽ അള്ളാഹു മുന്തിച്ചതിനെ മുന്തിക്കലാണ്. ഫാത്തിഹയിൽ അള്ളാഹു റസൂലിനെ മുന്തിച്ച്, ഖുർആനിൽ എവിടെയും റസൂലിനെ മുന്തിച്ചത്. അത് കണ്ടെത്തണം. അല്ലാതെ വന്നാൽ റസൂൽ ഇവിടെ ആരാണ്? റസൂൽ സുന്നത്ത് കാണിക്കാൻ വേണ്ടി ഒരാളാണ്. എന്താണ് സുന്നത്ത്? ഇത് സുന്നത്ത്. എന്താ സുന്നത്ത്? എന്താ സുന്നത്ത്? എന്താണ് സുന്നത്ത്? എന്താണ് സുന്നത്ത്? സുന്നത്ത് എന്താ? എന്താണ് സുന്നത്ത്? സുന്നത്തിനെ ഞാൻ പറഞ്ഞു. സുന്നത്ത് എന്നൊരു മനുഷ്യന്റെ ജീവിതചര്യ, ഒരു വ്യക്തിയുടെ ജീവിതചര്യയല്ലേ സുന്നത്ത്. ആ ജീവിതചര്യ അയാളുടെ താല്പര്യമല്ലേ, അല്ലെങ്കിൽ അയാളിലൂടെ റബ്ബിന്റെ താല്പര്യമല്ലേ. അപ്പൊ നോക്ക് നിങ്ങൾ,
ഞാൻ ഉദാഹരണം പറഞ്ഞ ഉദാഹരണം, ഒരാള് മാറിനപ്പുറം പൊളിക്കാത്തൊരു കുപ്പായിട്ടു എന്ന് സങ്കല്പിക്കാം. ആയുസ്സിൽ മുഴുവനും ആ കുപ്പായാണ് അയാൾ ഇട്ടത്. അത് അയാളുടെ താല്പര്യമല്ലേ? അല്ലെങ്കിൽ അയാളെ അയച്ചാളുടെ താല്പര്യമല്ലേ? അതൊരു വ്യക്തിപരമായ താല്പര്യമല്ലേ? ഈ കുപ്പായത്തെ നീ പിൻപറ്റുമ്പോൾ ഒരു ഭാവത്തെയല്ലേ നീ പിൻപറ്റുന്നത്? നിന്റെ ചോയ്സ് വേറെ കൂടെ. പക്ഷെ ആ ആള് നിന്റെ ഉള്ളിൽ കയറിയാൽ നീ തന്നെയല്ലേ അയാള്. അപ്പോൾ പിന്നെ നിന്റെ താല്പര്യം അതന്നെയല്ലേ? മനസ്സിലായില്ല നിങ്ങൾക്ക്? നമ്മൾ ഈ സുന്നത്ത് എന്ന് പറയുന്ന സാധനങ്ങൾ എന്താണ് സുന്നത്ത്? അതൊരു വ്യക്തി താല്പര്യമല്ലേ? അങ്ങനെ വ്യാഖ്യാനിച്ചുള്ളത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇപ്പൊ നഖം മുറിക്കൽ ഇവിടുന്ന് ഇങ്ങനെ 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 ഇതാണല്ലോ എന്ത് നഖം മുറിക്കൽ. അപ്പൊ 10 കൈ വിരലിന് നഖം പോയി കിട്ടി. ഒരാൾ ഇങ്ങനെയാണ് നഖം മുറിച്ചത്, അത് അയാളെ താല്പര്യം കൂടെ. അള്ളാന്റെ താല്പര്യം എന്നൊക്കെ പറഞ്ഞാൽ പിന്നീട് പറയില്ല, അത് ആ ആളുടെ താല്പര്യം. നീ അങ്ങനെ അല്ലാതെ നഖം ഒരിക്കൽ തെറ്റാണോ? തെറ്റുമല്ലല്ലോ. ഈ സുന്നത്ത് എന്ന ഭാവത്തോട് നീ പിന്തുടരുന്നത് ഒരു ഭ്രാന്തല്ലേ? അതൊരു ഒപ്പിക്കലല്ലേ? അതേസമയത്ത് അയാൾ നീ കുടിച്ചിട്ടുണ്ടെങ്കിലോ അയാളല്ലേ പിന്നെ അത് ആക്ട് ചെയ്യുന്നത്. അയാൾ നിന്റെ ഉള്ളിൽ നിന്ന് ആക്ട് ചെയ്യുമ്പോൾ നീ അങ്ങനെ തന്നെ നോക്കിക്കൊള്ളൂ. മറ്റേത് ഭാവത്തെ പിന്തുടരുക. ഭാവത്തെ ചെല്ലുമ്പോൾ ഒരു നിലക്ക് മനസ്സിലാവുണ്ട് പറഞ്ഞത്, അത് നിനക്കൊരു പാഠ്യതയാ. അയാൾ നിന്റെ ഉള്ളിൽ കയറിയേ നീ അങ്ങനെ കുടിക്കൊള്ളൂ, നീ അങ്ങനെ മുറിക്കൊള്ളൂ. അത് അയാളാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. ഇപ്പൊ ശൈത്താൻ ഉള്ളിൽ കയറിയ അവളുടെ കർമ്മങ്ങളെല്ലാം ശൈത്താനാണ് ചെയ്യുക. ഗുണാണെങ്കിലും ദോഷാണെങ്കിലും അവിടെ ആക്ട് ചെയ്യണത് ആരാ? ശൈത്താനാ. മുഹമ്മദിയത്ത് ഉള്ളിൽ കയറിയാൽ ആക്ട് ചെയ്യൽ മുഹമ്മദിയത്ത. നിനക്കവിടെ പണി ഉണ്ടാവില്ല, അവിടെ കൂലി ഉണ്ടാവില്ല. എന്ത് കൂലി? അത് കേറാത്ത കാലത്തോളം ഭാവത്തെ പിന്തുടരുക, അത് ആത്മാർത്ഥല്ല. മറ്റത് രണ്ടാള് ഉദാഹരണം പറയാം. ഒരാൾ കൂലിക്ക് വേണ്ടി ഇങ്ങനെ നാം മുറിച്ചു. നാം മുറിക്കുമ്പോഴൊക്കെ അയാൾ ചിന്തിക്കുന്നുണ്ട്, എത്രയപ്പം ഇങ്ങനെ മുറിച്ചെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഏതോ ഒരു നഖത്തിന്റെ ഡോക്ടറോട് പോയി ചോദിച്ചു, അല്ല ഡോക്ടറെ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് നാം മുറിക്കേണ്ടത്, എന്താ അതിന്റെ കാര്യം? എനിക്ക് മനസ്സിലാവില്ല. ഡോക്ടറും പറഞ്ഞു, എന്താ അപ്പം നിങ്ങളെ നബി അങ്ങനെ പറഞ്ഞു, അപ്പം ഇങ്ങനെയാണ് മുറിച്ചാല്. അപ്പോൾ ഇയാൾ ചോദിച്ചു, എന്തിനിപ്പം ഇങ്ങനെ മുറിച്ചാൽ എനിക്കെന്താ? പക്ഷെ എനിക്ക് സ്വർഗത്തിൽ കൂലി കിട്ടണം, ഞാൻ കൂലിപ്പണിക്കാരനാണ്, എനിക്ക് എന്ത് വേണം? കൂലി വേണം. കൂലിയല്ല വിഷയം, എന്തോ ഏതായാലും മുറിക്കന്നെ. കാരണം ഇയാൾക്ക് എന്ത് കിട്ടണം? കൂലി കിട്ടണം. ശരി. രണ്ടാമത്തെ അവസ്ഥ, പിശാച് ഉള്ളിൽ കയറിയാൽ ആക്ട് ചെയ്യുന്നത് അയാളല്ല, അയാളവിടെ ഇല്ലാതായി. പിന്നെ അവിടെ ആക്ട് ചെയ്യുന്നത് ആരാ? ഇയാളിലൂടെ പിശാച് ആക്ട് ചെയ്യാം. നേരെ തിരിച്ച് മുഹമ്മദിയത്തുള്ളിൽ കയറിയാൽ അയാൾക്ക് കർമ്മയില്ല, മുഹമ്മദിയത്ത് ആക്ട് ചെയ്യാം. അതെന്തിനാണെന്ന ചോദ്യം പോലുമില്ല. ഇപ്പോൾ അയാളില്ല, മുഹമ്മദിയത്താ ഉള്ളത്. പണി രണ്ടിടത്തും ഒന്നാ, പക്ഷെ കാരണം രണ്ടാ. ഒന്ന് ശ്രുതിയും താളമൊത്തും, മറ്റേ താളം ഒരു ബാധ്യതയാണ്. അതന്നെ അത് ഉള്ളിൽ കയറി. 100 പറഞ്ഞോ, ജന്തോ പറഞ്ഞോ, മുഹമ്മദിയത്തിന് ശോഭനാണത്. അതാണ് സിദ്ദീഖ്. അതുകൊണ്ടാണ് ഖുർആൻ ഓതി കുത്തിരിക്കലാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയാതെ നിങ്ങൾ മോത്തേക്കൊക്കെയാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് സിദ്ദീഖ് പറഞ്ഞു. ഈ മനുഷ്യനെ ഏറ്റവും വലിയ മാനം എന്തേ പറഞ്ഞൂടായിരുന്നു? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്താ വെച്ചെങ്കിൽ ഒഴിവുണ്ടെങ്കിൽ ഖുർആൻ ഓതാൻ. നമ്മുടെ നാട്ടിലെ മുല്ലാക്കാരെ പോലെ അത് കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും.
25 കൊല്ലം ബാങ്ക് കൊടുത്തത് ആ 25 കൊല്ലത്തിൽ 25 മുദരിസമാരോട് വന്നിട്ടുണ്ട്. കാരണം എന്ത്? ഒത്തിരി മൂപ്പരാണ്ടാക്കുക. എന്താ മൂപ്പര പണി? ബാങ്ക് കൊടുക്കലും ഖുർആൻ ഓതലും. മനസ്സിലായില്ല? അവിടെ 25 കൊല്ലം മുമ്പ് ഒരു ബാങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ 50 മുദരിസമാർ പോയിട്ടുണ്ട്. എന്തുകൊണ്ട്? മൂപ്പരുള്ള കാലത്തോളം ഒരു മുദരിസുമാരിയൊക്കെ അവിടെ നിൽക്കൂല. ആജാതി കുത്തിത്തിരിപ്പാണ്. എന്താ ഒരു പണി? ബാങ്ക് കൊടുക്കുക, ഖുർആൻ ഓതുക. രണ്ടിന്റെ കൂലി എത്രയാ? ഭയങ്കര കൊല്ലാത്ത കൂലി, ചെറിയ കൂലി. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? സദ്യക്കിന് പറഞ്ഞുകൊണ്ട് പന്തിരാൻ പള്ളിയിൽ ബാങ്ക് കൊടുക്കും വേണം, ഖുർആൻ ഓതി കുത്തിരിക്കുക. അപ്പൊ നമുക്ക് ഖിയാമത്ത് നാൾ വരെ ഈ മനുഷ്യനെ പരിചയപ്പെടുത്താലോ. എന്ത് എല്ലാ വാബിയൊക്കെ സുഖമാണ് ഇയാളെ പറയാൻ. പിന്നെ നമ്മുടെ മദീന പള്ളിയിൽ ഒരാളുണ്ട് ഖുർആൻ ഓതുന്ന ആൾ, അയാളെ ശ്രദ്ധിക്കില്ല. ഒരു നല്ല ഖിയാമത്ത് നാൾ വരെ നമുക്ക് സുഖം ഉണ്ടല്ലോ. ഇയാൾ എടുത്ത പണി എന്താണെന്നോട് മനസ്സിലാവണില്ല. എന്ത് പണി എടുത്ത ഇയാള്? ഈ സിദ്ദീഖ് ആളെടുത്ത പണി എന്താ? എനിക്കെന്ത് മനസ്സിലായി? അയാൾ ഉംറക്കോയോ? അതുമില്ലല്ലോ. രാമ്പേളും നിസ്കരിക്കുന്നോ? അതുമില്ലല്ലോ. രാമ്പേലും ഖുർആൻ ഓതാണോ? അതുമില്ലല്ലോ. എന്താ പണി? അല്ല, അയാളെ പണി എന്താ? ഈശ്വരത്തിന് വ്യത്യസ്തമായ പണി എന്താ അയാളെടുത്ത്? അയാൾ മുഹമ്മദിയത്തിനെ ഷുർബി എന്നുള്ളത് അതാർക്കും കാണാനും കഴിയില്ല. അത് മുഹമ്മദിയത്ത് കുടിച്ചു. അയാൾ മുഹമ്മദിയത്ത് കുടിച്ചപ്പോൾ പിന്നെ അയാൾക്ക് അതേ ഉള്ളൂ. അപ്പൊ അയാൾക്ക് ഏറ്റവും ഇഷ്ടം ഖുർആൻ ഓതലല്ല, പിന്നെന്താ? നബിയുടെ മൊത്തം ഓക്കലാണ്. അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലൈക യാ അബൂബക്കർ അന്നദുറു ഇലാ വജ്ഹിക യാ റസൂൽ. അപ്പൊ അയാളെ തുടക്കം കൊടുക്കൊക്കെ മുഹമ്മദ്. അയാൾ മുന്തിച്ചത് മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ. കൂലിയുടെ വഴിയിലല്ല ഈ ചിന്തിക്കണത്. ഇത് കൂലിയല്ല. ശ്രദ്ധിക്കരുത്. അവിടെ ഒന്നും ശ്രദ്ധിക്കില്ല. നമ്മൾ കൂലിപ്പണിയും ആത്മാർത്ഥമായ പണിയും രണ്ടാണ്. കൂലിപ്പണിക്ക് നേരുണ്ട്, ആത്മാർത്ഥമാണിക്ക് നേരല്ല. ആത്മാർത്ഥതക്ക് നേരല്ല. ആത്മാർത്ഥത ഭ്രാന്തമാണ്. ഒരു പണിക്കാരനെ എല്ലാവരും പോലെ ഓന് കൂലി കൊടുക്കണം. പക്ഷെ സുബൈൻ്റെ ബാങ്ക് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഓന് പാടത്തുണ്ടാവും. എല്ലാവരും പോയാലും പോകാനുമില്ല. ഓനെ പറ്റി എന്താ പറയാ? മറ്റു പണിക്കാരും ഓന് പിരാണ്ട. അപ്പം യഥാർത്ഥ പണി പിരാണ്ടാണ്. ഇത് മോത്തക്കൊക്കല്ലേ? പിരാന്തന്റെ അത് കണ്ട സിദ്ദീഖിൽ നിന്ന് ഖുർആൻ നീ മനസ്സിലാക്കുക. അപ്പോൾ നിനക്ക് ഒരാൾ അക്ഷരത്തിലും മുഹമ്മദിയത്തെ കാണുന്നത്. അങ്ങനെ മുഹമ്മദിയത്ത് അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകിയ മുതലും. അതിന് മുന്തിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ ഒരിക്കലും ദജ്ജാൽ നിന്റെ ഭാഗത്തേക്ക്. ദജ്ജാൽ നിന്നെ കണ്ട പേടിയ. എന്ന് പറഞ്ഞത് മുഹമ്മദിയത്തിൽ വർക്ക് ചെയ്ത ആളാണ് സയ്യിദുനാ ഈസ. ലൗ റആഹു അദുവുല്ലാഹി യദൂബു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ. ഈസ മുഹമ്മദ് മുസ്തഫ ഈസ ദജ്ജാൽ കണ്ടാൽ ഇദാ റആഹു അദുവുല്ലാഹ്, അള്ളാഹുവിന്റെ ശത്രുവായ ദജ്ജാൽ ഈസാ നബിയെ ഒരു വട്ടം കണ്ടാൽ മതി. ഉപ്പിലിട്ട വെള്ളത്തിലിട്ട ഉപ്പ് ഉരുകും പോലെ ഉരുകിപ്പോവും പേടിച്ചിട്ട്. ആചാര്യ പേടിയ ആരെ? ഈസാ നബി. മുഹമ്മദിയത്തിന്റെ പൂർത്തീകരണത്തിൽ വന്നതാ. ആളെ വർക്കും അതാണ്. ആളെ വർക്ക് തീർന്നിട്ടില്ല. ആളെ വർക്ക് പകുതിയാക്കി പോയതാ. അത് വബറമ്മി വാലിദത്തി, എൻ്റെ ഉമ്മാനോടുള്ള ഗുണം ചെയ്യല. ഉമ്മാന്റെ ഭർത്താവാ. തൊട്ടിയിൽ കിടന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ മുഹമ്മദിയത്തിന് സേവനം ചെയ്യും. അതിന്റെ പൂർത്തീകരണം അത് ഉമ്മാന്റെ ഭർത്താവാ. قال إني عبد الله آتاني الكتاب وجعلني نبيا وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي. എൻ്റെ ഉമ്മാക്ക് ഞാൻ ഗുണം ചെയ്യും. ഉമ്മാക്ക് സന്തോഷം. മനുഷ്യരെ ഉമ്മാനെ കാണുമ്പോൾ ഉമ്മാക്ക് തൃപ്തി ആയിക്കോട്ടെ. എൻ്റെ കുട്ടിയെ തന്ന്
മനസ്സിലായില്ല. എളാപ്പന്റെ സമുദായത്തിനെ അവിടെ നശിപ്പിക്കാൻ ആര് തെച്ചാല്. അപ്പൊ കുട്ടിയോടെ ഇറങ്ങി ഓനാണ് ശരിയാക്കി. അപ്പൊ അവിടെ ഇഷ്ടം ആർക്കാണ്? എളാപ്പാക്ക് സന്തോഷം. എൻ്റെ ഉമ്മത്തിന് തളർച്ചയിൽ എൻ്റെ കുട്ടി അത് ചെയ്തല്ലോ. ഒരു നിലക്ക് പറക്കാത്ത മകൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പെണ്ണിന്റെ ഭർത്താവിന് ആ പെണ്ണിൽ നിന്നല്ലാതെ ഉണ്ടായ കുട്ടിക്ക് പറക്കാത്ത മകൻ എന്നല്ലേ പറഞ്ഞത്. ഇതിന് വാപ്പല്ല എന്നുള്ള വേറെ ഓർത്താൽ. എന്നാലും ഉമ്മ പ്രസവിച്ചല്ലോ. അപ്പൊ ഉമ്മാന്റെ മോഹനാണല്ലോ. അപ്പൊ ഭാര്യക്ക് തൻ്റെ അതിൽ നിന്നല്ലാതെ ഉള്ള കുട്ടിക്ക് പറക്കാത്ത മകൻ എന്നല്ലേ പറയാ. അപ്പൊ ഈസ പറക്കാത്ത മകനല്ലേ? ആരുടെ? മറിയമിന്റെ മകനാന്നുള്ള കാര്യം തർക്കമില്ലല്ലോ. മറിയം ആരുമാണ്? മുസ്തഫ നബിന്റെ ഭാര്യയല്ലേ? യൂസഫ് റബ്ബി, എന്റെ റബ്ബി എനിക്ക് കല്യാണം കഴിച്ചൊരു മറിയമിന്റെ ഭാര്യ. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ലേ? റബ്ബി പാലിതെത്തി. എൻ്റെ ഉമ്മക്ക് ഗുണം അതിന്റെ പൂർത്തീകരണമാണ്. എൻ്റെ ഉമ്മക്ക് ഞാൻ ഗുണം ചെയ്യും. ഉമ്മക്ക് ഗുണം ചെയ്യാൻ ഗൾഫ് പോയി പൈസ അയച്ചു കൊടുക്കുക. ഉമ്മയും പട്ടിനിലാണ്, മകനും പട്ടിനിലാണ്, മരണം വരെ. മനസ്സിലായില്ല? അമ്മാന്റെ മരണം വരെയും പട്ടിണിയാ. മകൻ ഭൂലോകം കണ്ട ഫക്കീറുവാ സയ്യിദുനാ ഈസ. എന്നിട്ടും പറഞ്ഞത് റബ്ബി വാലിദത്തി, എൻ്റെ ഉമ്മക്ക് ഗുണം ചെയ്യണം. മനസ്സിലായില്ലേ പറഞ്ഞത്? ചിന്തിക്ക്. നിങ്ങൾ വിചാരിച്ച ഉമ്മല്ലത്. ഉമ്മ ഇന്നത്തെ ഉമ്മല്ല. ഉമ്മാക്ക് ഇന്നത്തെ അമ്മാന്റെ ലക്ഷ്യം പത്തനായിരിക്കും. അമ്മാന്റെ ലക്ഷ്യം പത്തനല്ലേ അല്ല. ബത്തിന് ആ ഉമ്മാക്ക് ലക്ഷ്യമല്ലാത്തത് കൊണ്ടാണ് ആ ബത്തിനിലേക്ക് ആ ജാതിയിലെ കുട്ടീനെ കയറ്റി കൊടുത്തത്. ലോകാവസാനം വരുമ്പോൾ ഹിമ്മത്തും മുത്തോനവും മനുഷ്യരുടെ താല്പര്യമൊക്കെ വയറിലൊതുങ്ങുന്ന പറഞ്ഞു. മറിയമിന്റെ വയറ്റിൽ ഈ കുട്ടി കയറാനുള്ള കാരണം മറിയമിന്റെ വയറതിന് മാത്രമുണ്ട്. ലോകത്തെ ഏത് പെണ്ണിനെക്കാളും നിന്നെ ഞാൻ തിരഞ്ഞെടുത്തു. ലോകത്തെ ഏത് പെണ്ണിനെക്കാളും തിരഞ്ഞെടുത്തു. ആരെ? മറിയമിനെ. ആ വയറ്റിലേക്കാണ് ആരെ കയറ്റിയത്? ഈസയെ കയറ്റിയത്. അപ്പോ ആ അമ്മാന്റെ ലക്ഷ്യം എന്തല്ല. ആ അമ്മാന്റെ ലക്ഷ്യം പള്ളേക്ക് എന്തെങ്കിലും കഞ്ഞി കൂട്ടാൻ ഉണ്ടാക്കിയിട്ടല്ല. അപ്പൊ ഗൾഫിൽ പോയി പൈസ ഉണ്ടാക്കി ഉമ്മാക്ക് അയച്ചു കൊടുത്താൽ അമ്മാക്ക് സന്തോഷം വരില്ല. ഉമ്മ മുഹമ്മദിയത്തിനെ ഷോർബിയത. മുഹമ്മദിയത്തിനെ കുടിച്ച പെണ്ണാണ് ആര്? മറിയം. അള്ളാഹു അപ്പോ അതിന് സമ്മാനം കൊടുത്തു. ഒരാൾ, ഒരു പെണ്ണ് ഒരു പുരുഷനെ കുടിച്ചാൽ ആ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആ പടച്ചോന് ആ പെണ്ണിന് കൊടുക്കാനുള്ളത് ആ പുരുഷനെ സമ്മാനമായി കൊടുത്താലോ? മനസ്സിലായില്ല? ഒരു പെണ്ണ് നേരത്തെ തന്നെ ഒരു പുരുഷനെ കുടിച്ചു. പിന്നെ കുറെ കാലം ഇതെന്തായി? പുതിയ പിള്ളേക്ക് കൊടുത്തു. അങ്ങനെ ഉണ്ടാക്കൂടെ? പറയടോ. മനസ്സിലായില്ല? നിങ്ങൾ വിചാരിച്ചൊന്നല്ല, ഒരു ആറാമല്ല. ഒരു പുരുഷനെ ഒരു പെണ്ണ് കുടിക്കുക. കണ്ടതും കേട്ടതും തൊട്ടതൊക്കെ ആ പെണ്ണ് എന്ന് പറഞ്ഞാൽ ഈ പുരുഷന് അത്രത്തോളം പെണ്ണിന്റെ കൽബിലേക്കാണ് കയറി. കുറെ കഴിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഭവിച്ചാളാറും. ഈ പുരുഷന് ലോകത്തെ ഏത് പെണ്ണിനെയും കിട്ടും. പക്ഷെ ഈ പെണ്ണിന് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം ഈ പുരുഷന്. അവിടെ ഭാഗ്യവതി ആരാ? പെണ്ണ. പുരുഷനെ ഏത് പെണ്ണും കിട്ടും. ആ ജാതി പുരുഷനത്. നിങ്ങൾ എന്റെ കൂടെ ഇല്ല. നേരത്തെ കാലത്തെ മുഹമ്മദിയത്തിന്റെ ഷാരിബത്ത മുഹമ്മദിനെ കുടിച്ച ആളാണ് ആര്? മറിയമിന്റെ കൽബിൽ അത്ര ഇഷ്ടം മുഹമ്മദിയത്തിനോട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് മുഹമ്മദിയത്തിന് ബിഫോർ 500 years മുഹമ്മദ് മുസ്തഫയേക്കാൾ 500 ചില്ലാനം കൊല്ലം മുമ്പ് മരിച്ചുപോയ പെണ്ണാണത്. പക്ഷെ ആ പെണ്ണ് ഈ ദുനിയാവിൽ ആ തടി കിട്ടാതെ മരിച്ചുപോയതാ. അപ്പൊ ആ പെണ്ണിന് പരലോകത്ത് മന്തിയും ചോറും നല്ല വേണ്ട. പിന്നെന്താ വേണ്ടത്? മുഹമ്മദിനെ കൊടുക്കലാണ്. അതാണ് കൊടുത്തു പഠിച്ചോ. അപ്പൊ ഉമ്മക്ക് തൃപ്തിയായി. എന്റെ പുതിയ ആപ്പിളനെ, എന്റെ സമുദായത്തിന് എന്റെ കുട്ടി രക്ഷപ്പെടുത്തിയല്ലോ. വാലിദത്തി, എന്റെ ഉമ്മക്ക് ഞാൻ ഗുണം ചെയ്തു. അത് ദജ്ജാലിനെ കൊല്ലല, അന്തല്ലാത്തവനെ. അതാണ് അല്ലെങ്കിൽ ഗൾഫിൽ പോയി പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടോ? വാലിദത്തി എന്ത് ഗുണം ചെയ്ത് ഉമ്മക്ക്?
അങ്ങനെ പൈസയും ബിരിയാണി ഉമ്മക്ക് ആവശ്യമുണ്ടോ? ബറമ്പി വാഴ്ത്തെത്തിയാണ് ദജ്ജാലിനെ കൊല്ലൽ. അത് മുഹമ്മദിയ സമുദായത്തെ നശിപ്പിക്കാൻ പറ്റുന്നല്ല. ആദ്യം ദജ്ജാൽ അവിടെ ഇറങ്ങി ഇതിന്റെ ആളാണ്. കാരണം ഇത് മുഹമ്മദിയത്തിന് കുടിച്ച പെണ്ണിന്റെ മകനാ. കാണുമ്പോൾ എങ്ങനെയോ അള്ള മുന്തിച്ച പെണ്ണിന്റെ മകനാ. മനസ്സിലായില്ല. ഈ കുട്ടിനെ കാണുമ്പോഴത്തിന് ദജ്ജാൽ ഒരുക്കും. എന്തുകൊണ്ട് ഒരുക്കും? ഇത് മുഹമ്മദിയത്തിന് കുടിച്ച പെണ്ണിന്റെ മകനാ. ആ മകന് മാത്രമേ ദജ്ജാലിനെ കൊല്ലാൻ കഴിയുള്ളൂ. എന്താ മനസ്സിലാക്കാത്ത? നിങ്ങൾ വിചാരിച്ച വാളും കുന്തൊന്നും ആവശ്യമല്ല. ആ മുഹമ്മദിയ തന്നെ വാള. ഒപ്പം പോണ വേറൊരു മുഹമ്മദിയ. അതാരാ? മഹ്ദി. ഈ മുഹമ്മദ് എന്നാളെ പേരക്കുട്ടിയ. മുഹമ്മദിയത്ത് കൊണ്ട് മാത്രമേ വിദ്യാർത്ഥിനോട്ടം ഒരു വാളുണ്ടായിട്ട് കാര്യമല്ല. അത് ഇല്ലാതെയാക്കി വഹാബികൾ അടിമപ്പണിയെടുക്കുക അമേരിക്കക്ക്. അമേരിക്ക ദജ്ജാലിന്റെ സൂക്ഷിപ്പുകാരൻ. അനങ്ങാൻ കഴിയില്ല. അത് സത്യമാണ്. പല അറബ് രാജാക്കന്മാരും നിരീശ്വരവാദികളാണ്. അള്ളാഹുവിന് വിശ്വാസമില്ല. അത്ര കെട്ടുള്ളതിന് അപ്പുറത്തേക്ക് ഇപ്പൊ ഞാൻ പറയില്ല. നിങ്ങൾ തന്നെ മനസ്സിലാക്കും. ചില അറബ് രാജാക്കന്മാർ നിരീശ്വരവാദികളാണ്. അള്ളാഹുവിന് വിശ്വാസമില്ല. എന്നാൽ നാട്ടിൽ ആയിരക്കണക്കായ പള്ളികൾ നടത്തും. ഒരു കാര്യവിശ്വാസമില്ല. അതവിടെ പൊളിറ്റിക്സിന്റെ ഭാഗം. പേര് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ബോധ്യപ്പെടും ആരാണ്. ചില മുസ്ലിം ഭരണാധികാരികൾ നിരീശ്വരവാദികൾ. അള്ളാഹിന് വിശ്വാസമില്ല. അവര് വഹാബികളാണ്. അസ്ലവര് വഹാബികളാണ്. അപ്പൊ അവരെ കൽബിൽ ആരില്ല. അല്ലല്ല. എന്തുകൊണ്ട്? മുഹമ്മദിയത്ത് എന്നാണ് അള്ളാൻ അറിയേണ്ടത്. മുഹമ്മദിയത്തിനെ തള്ളി. അപ്പൊ അള്ളാനെ പിടിച്ചു വെക്കാൻ കൽബിനോടെ കഴിയില്ല. നമ്മളൊരു ഫ്രിഡ്ജ് കൊണ്ടു നോക്കുകയാണെങ്കിൽ ആദ്യം സ്റ്റാൻഡ് വെക്കും. സ്റ്റാൻഡിന്റെ മേലെ ഫ്രിഡ്ജ് വെക്കുക. ഒന്നുകൊണ്ട് പൊളിഞ്ഞാടൂല. ഇത് അങ്ങനെ തന്നെയല്ലേ പറയണ. ഏതൊരു മെഷീൻ നമ്മൾ കൊണ്ടുവെക്കുകയാണെങ്കിലും ആദ്യം അവിടെ എന്ത് വെക്കും? സ്റ്റാൻഡ് വെച്ചതിന്. സ്റ്റാൻഡ് അതിന്റെ സ്റ്റാൻഡാ. അതിമാർക്കും എന്ത് കളിച്ചാലും അത് പൊളിഞ്ഞാടൂല. അള്ള നിന്റെ കൽബിൽ കയറണമെങ്കിൽ ആദ്യം ഒരു സ്റ്റാൻഡ് നോക്കണം. ഏതാണ് ആ സ്റ്റാൻഡ്? മുഹമ്മദിയത്ത്. വഹാബികൾ അതിനെ ഒഴിവാക്കിയിട്ട് അള്ളാഹിനെ മനസ്സിലാക്കി എപ്പോഴും പൊളിഞ്ഞാടും. ആ പൊളിഞ്ഞാടില്ല അപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇസ്ലാം തകർക്കുന്ന ഇസ്ലാമ. അമേരിക്കയുടെ അടിമവര്. അമേരിക്കാരാ ദജ്ജാലിനെ സൂക്ഷിപ്പുകാരനാ. അവർക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ സുന്നികൾ അവരടിമകളാ. സുന്നി നേതാക്കന്മാര്, സുന്നി പണ്ഡിതന്മാര്, സുന്നി തങ്ങന്മാര് വഹാബികൾ അടിമകളാ. ഇവരെ പിന്നാലെ നടന്നത് ഒരു ചുക്കും കിട്ടാനില്ല. ഇവര് പാമ്പിന്റെ തോല. പാമ്പ് എവിടെ എത്തി? പളങ്ങൾ തോലിനെ കണ്ട് പേടിക്കുക. ഈ തങ്ങന്മാര് മൂല്യമാര് നിങ്ങൾ പേടിച്ചാൽ നിങ്ങൾക്ക് തീയും കിട്ടൂല. ഇവര് നടക്കുന്നത് വഹാബികളെ മൂട്ടില്ല. ഓലെ ഞങ്ങൾ കുറ്റം പറയണ്ട. റസൂലയിലേക്ക് ഒരു വഴിയിലെത്തുന്നുണ്ടല്ലോ. നിങ്ങൾ കുറ്റം പറയണ്ട. അതേസമയത്ത് ഒലിച്ച് സ്വീകരിക്കും വേണ്ട. ഒരു സ്വീകരിച്ച ഒരു പാമ്പല്ല, പാമ്പിന്റെ തോലാണ്. മുണ്ടൊക്കെ ഇതിന്റെ മുരട്ട് പാമ്പിന്റെ വള കാണുമ്പോൾ തന്നെ പേടിക്കണം. എന്തിനാ? പാമ്പ് അവിടെ ലെങ്ങായി വള കഴിച്ചു പോയി. ഈ വള കണ്ടിട്ടാണ് എന്താ പറയണേ? പാമ്പോ. ഇന്നത്തെ പല തങ്ങന്മാരും പാമ്പിന്റെ വളയാ. പല നേതാക്കന്മാരും, പല സുന്നി പണ്ഡിതന്മാരും പാമ്പിന്റെ വളയാ. പല സുന്നി സംഘടനകളും പാമ്പിന്റെ വളയാ. പാമ്പ് അവിടെ അല്ല. പാമ്പ് അവിടെ എത്തി. മനസ്സിലായില്ലേ? ആരെയും പേടിപ്പിക്കണം. പാമ്പേതാ? അത് മുഹമ്മദിയത്ത. അതും കൊണ്ട് ഒരാളുണ്ട് വരും. അയാളെ കയ്യിൽ ഒന്നുമില്ല. അയാൾക്ക് ഇവിടുന്ന് ഒരു നേരത്തെ അന്നല്ലാതെ കയറിപ്പോയതാ. ഇങ്ങനെ വന്നാലോ വെള്ളത്തിലിട്ട ഒപ്പുരുകും പോലെയാണ് ദജ്ജാൽ ഇവരെ കണ്ടുവരിക. എന്തുകൊണ്ട്? അവിടെ ഒരു വാളുണ്ട്. അസൈഫ്. ഒരു വാളുണ്ട്. അതേതാണ്? സൈഫുൽ മുഹമ്മദ്. ഇതന്നെ ബദരീങ്ങളെ വാള്. എന്താ ബദരീങ്ങളെ മുദ്രാവാക്യം? എന്താ ബദരീങ്ങളെ മുദ്രാവാക്യം? ബദരീങ്ങൾ മനസ്സിലായില്ല. ഒരു മുദ്രാവാക്യം മുഹമ്മദിയത്ത. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് ആദ്യം നടന്ന ഏറ്റവും ഭയങ്കരമായ യുദ്ധം യമാമ യുദ്ധം. വകാന ശിആറു അസ്ഹാബിൻ നബിയിൽ മുസ്തഫ യൗമൽ യമാമ വാ മുഹമ്മദ വാ മുഹമ്മദ വാ മുഹമ്മദ. സ്വഹാബികൾ
മുഹമ്മദികൾ യുദ്ധക്കളത്തിൽ ഇറങ്ങിയത് വാ മുഹമ്മദ ഇതന്നെ വക്കാന ഷിആറുഹും, അതാണ് അവരുടെ നിശാനി. മുസൈലിമത്തുൽ കദ്ദാബിനെതിരെ നടന്ന യുദ്ധമാണ് ഇത്, യമാമ യുദ്ധം. ആ യമാമ യുദ്ധത്തിൽ അവരുടെ മുദ്രാവാക്യം വാ മുഹമ്മദ വാ മുഹമ്മദ വാ മുഹമ്മദ. ഇന്നത് പറഞ്ഞാൽ പോലും ഷിർക്കാണെന്നാണ് ഒരു സംഘം മുസ്ലിംകൾ വിശ്വസിക്കുന്ന വഹാബികൾ. ഈ വാക്ക് പോലും എന്താണ്, ഷിർക്കാണ്. അതിനാണ് ഇപ്പം നമ്മൾ ചങ്ങായിത്തം കൂടിയിട്ടുള്ളത്. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. വകാന ഷിആറു അസ്ഹാബിൻ നബിയിൽ മുസ്തഫ യൗമൽ യമാമ, യമാമ യുദ്ധ ദിവസം അവരുടെ ഷിആറു വാ മുഹമ്മദ വാ മുഹമ്മദ വാ മുഹമ്മദ. അവർ യുദ്ധക്കളത്തിൽ ഇറങ്ങിയപ്പോൾ അവരുടെ ചിഹ്നം എന്താണ്? വാ മുഹമ്മദ വാ മുഹമ്മദ വാ മുഹമ്മദ വാ മുഹമ്മദ. അപ്പോൾ അവർ ബദറിലും ഉഹദിലും അവരുടെ മുദ്രാവാക്യം എന്താണ്? മുഹമ്മദിയത്ത മുഹമ്മദിയത്ത. ഇനി അവർക്കൊരു വാളിൻ്റെ ആവശ്യമില്ല.